ഇന്ന് നമ്മുടെ ഡിൻഡോനെ കുറിച്ചുള്ള കഥയല്ല കേട്ടോ, ഇന്ന് ലക്കിയെ കുറിച്ചുള്ള കഥയാണ്. ഇവനാണ് നമ്മളുടെ ലക്കി സൺകിനോർ. ഇവനെ നമ്മൾ ഒരു മാസമുള്ളപ്പോൾ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇവന് ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ലോങ് വീഡിയോസ് ഞാൻ ചെയ്യൽ കുറവാണ്. അപ്പോൾ ഇന്ന് ഇവൻ്റെ കഥയാണ് കേട്ടോ. ഇവനെ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വരുമോ ഇല്ലയോ എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അവൻ നോക്കുവാണ് ഞാൻ എങ്ങോട്ടാണ് പോയെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോവാണ്, ആൾ വന്നെത്തി. ഇപ്പം ഇവന് 3 മാസമായിട്ടുണ്ട് ഗൈസ്. എൻ്റെ മുടിയുടെ അകത്തേക്കാണ് കയറാൻ പോകുന്നത്. ഞാൻ കുളിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ അവലാദ്യമാക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ കയറി പോവാണ് ആൾ. അവന് മുടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ് ഇഷ്ടം. എൻ്റെ മുടിയാണെങ്കിൽ കക്കിരി പിക്കിരി പോലെ ഇരിക്കുകയാണ്, കുളിച്ചിട്ട് നനവൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ആൾ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് ഇവനെക്കുറിച്ചുള്ള കഥയാണ്. ഇവനൊരു കൂട് വാങ്ങാൻ പോയിട്ടുള്ള കഥയാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. ഇവന് കുറേ ദിവസമായി ഞാൻ ആലോചിക്കുന്ന ഒരു കൂട് വാങ്ങാൻ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത്. ഈ കൂട് നമ്മളുടെ അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് പ്രൈസ് വരുന്നത് ഒരു 1000 ആണ് ഇതിൻ്റെ MRP അവർ വെച്ചിരുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഡിസ്കൗണ്ട് ഉണ്ട്, ഈ ദീപാവലിയുടെ ഓഫറാണോ എന്നറിയില്ല. 200 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് എനിക്ക് 800 രൂപയ്ക്കാണ് സംഭവം കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് നേരെ തന്നെ താഴെ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്ത് ലക്കി അതിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഓടി വന്നിരിക്കുകയാണ് എൻ്റെ കുക്കി കൂട്ടൻ. അവനെന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണല്ലോ, ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അവനെ പേടിയാണ് കുക്കി. അവൻ ആദ്യം നിലത്തൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല, പറക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ പേടിയായിട്ടുണ്ട്. ഡിൻഡോനെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് നമ്മളുടെ ലക്കിക്കുട്ടന് വേണ്ടിയിട്ടുള്ള കൂട് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും നമ്മളുടെ കുക്കിയുടെ ഗ്രേവിയും പിന്നെ നമ്മളുടെ ഡ്രൈ ഫുഡും ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതും പിന്നെ ട്രീറ്റ്, അവന് മുടി ചീകുമ്പോഴാണെങ്കിലും കുളിപ്പിച്ച് കഴിഞ്ഞ് ദേഹമൊക്കെ ഡ്രൈ ആക്കണം എന്നാണെങ്കിലും ഇത് കാണിച്ചിട്ടാണ് ഞാൻ അവനെ വലയിലാക്കുന്നത്. അപ്പോൾ അതും ഞാനൊരു പാക്കറ്റ് എടുത്തു. എപ്പോഴും ഞാൻ 30ൻ്റെ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ 60ൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വലുതായിക്കൊണ്ടിരിക്കുന്നതോറും ബിസ്ക്കറ്റിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അതാണിപ്പോൾ അവൻ്റെ അവസ്ഥ. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്ലൂ കളറിലെ കൂടെ എടുക്കാൻ പോയത്. പിന്നെയാണ് എൻ്റെ മോൾക്ക് പിങ്ക് കളർ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിങ്ക് കളർ എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഉള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ തനിയെ തന്നെ കൂടൊക്കെ തുറന്ന് വെളിയിൽ വന്നു. ഞാൻ ജിമ്മിൽ പോണതിന് മുന്നാണ് കൂടൊക്കെ വാങ്ങിച്ച് സെറ്റപ്പ് ആക്കിയത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ പറയണ്ടേ അവൻ തനിയെ തന്നെ കൂടൊക്കെ തുറന്ന് വെളിയിൽ വന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഒരു ടൈയൊക്കെ വെച്ച് സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ടിട്ട് അത് തുറക്കാൻ അവൻ നോക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ആൾ ഭയങ്കര വികൃതിയാണ് ഇപ്പോഴായ. പിന്നെ എന്താണെന്നറിയില്ല, ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കില്ല, നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല, കിടത്തുന്ന സ്ഥലത്ത് കിടക്കില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ലക്കിക്കുട്ടൻ്റെ കയ്യിലിരിപ്പ്. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ധൃതി കൂട്ടുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. അവന് നേരത്തെ ഉണ്ടായതിനേലും വിശാലമായിട്ടുള്ള ഒരു കൂടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് ഗൈസ്. വന്ന് കയ്യിലേക്ക് കയറുന്നതും കാണും, പറന്ന് പോണതും കാണും.